ഹലോ, വെൽക്കം ടു മോംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇക്ക വന്ന വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു വർഷമായി ഇക്ക പോയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ എൻ്റെ ജോലികളും കാര്യങ്ങളും പിന്നെ ഇക്കാനെ കൂട്ടാൻ പോയ വിശേഷങ്ങളും ഒക്കെ കൂടിയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓരോ പ്രവാസി ഭാര്യമാരെ ഒരു മറക്കാനാവാത്ത ദിവസമല്ലേ ഇന്ന്. നമ്മൾ ഇക്ക വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷമൊക്കെ പോയി നമ്മൾ അത്രയും ദിവസം കാണാതിരുന്ന് അവർ വരുന്ന ദിവസം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക്. പിന്നെ അത് നമുക്കത് മറക്കില്ലല്ലേ. പിന്നെ പോയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴും വരുന്ന വരെയുള്ളൊരു ഓർമ്മയുണ്ട് ഇത്. അവർ വരുന്ന ആ ഒരു ദിവസത്തെ ഓർമ്മ നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്നെപ്പോലെയുള്ള പ്രവാസി ഭാര്യമാർക്ക് അത് ഒരു പ്രത്യേക ഫീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അന്നത്തെ ദിവസം നമുക്ക് ജോലി എടുക്കാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. വേഗം ജോലികളൊക്കെ തീർത്തിട്ട് പോകാനൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഫീലായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ രാവിലെ മുതൽ പെട്ടെന്ന് എണീറ്റിട്ട് ജോലികളൊക്കെ തീർക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇന്ന് വരുന്നത് സമയം എന്ന് പറഞ്ഞത് വൈകിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളോട് വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം, പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണം ഒക്കെ ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ അടിച്ചു വരികയാണ് ചെയ്യുന്നത്. രാവിലെ തന്നെ വേഗം ഒന്ന് അടിച്ചു വരാൻ ചെയ്തിട്ടുണ്ട്. മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അധികം ഇലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും അതൊരു പേരക്കമരം അങ്ങനെ കുറച്ച് ചെടികൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളെ മുറ്റത്തിട്ട. മരങ്ങളായിട്ട് കൂടുതലൊന്നുമില്ല, ചെറിയൊരു മാവുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്കൊരു 3-4 ദിവസത്തിന് അടിച്ചു വാരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഇലകളൊന്നും പൊഴിയില്ല. അപ്പോൾ ഞാനൊരാഴ്ചയിലോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ അടിച്ചു വാരലുള്ളൂ. അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ ഒരു വന്നവരൊന്നില്ല, നമുക്ക് ചിലപ്പോൾ പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഒരു എങ്ങനെയായാലും ഒരു ധൃതി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടിച്ചു വരാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചു വാരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറുനാരങ്ങ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഉപ്പിട്ടിട്ട് വെക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഇത് നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല ഇക്കാക്ക് ഇഷ്ടമുള്ളൊരു അച്ചാറാണിത്. നാരങ്ങയും ഈത്തപ്പഴം കൂടിയിട്ടുള്ളൊരു അച്ചാറാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പെരുന്നാൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പെരുന്നാൾക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള അച്ചാർ. അപ്പോൾ നമ്മൾ പുളിയും മധുരം കൂടി ചേരുമ്പോഴുള്ളൊരു ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. അപ്പോൾ ഞാനതൊക്കെ ഫുള്ള് കട്ട് ചെയ്തിട്ട് പിന്നെ ഉപ്പിട്ട് കണ്ട് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അതുവരെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ ക്യാരറ്റ് സേമിയ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് പുട്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നമുക്ക് കറികളൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ. അല്ലാതെ തന്നെ നല്ല തേങ്ങ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ട് നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് ഇതാണ്. അപ്പോൾ കുറച്ച് ഉപ്പും വെള്ളം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. ക്യാരറ്റ് സേമിയ ഒന്ന് പൊടിച്ചിട്ട് കൈ വെച്ചിട്ട് അതൊന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ വെള്ളത്തിൽ നമ്മളൊന്ന് കുതിർത്തെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് നനച്ചിട്ട് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ തേങ്ങ ഒക്കെ ഇട്ടിട്ട് സേമിയ ഇതിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിട്ടതിന് ശേഷം നമ്മൾ തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇനി കറി ഇട്ടിട്ട് കഴിക്കുമോയെന്ന് അറിയില്ല, ഞങ്ങൾ എന്തായാലും കറി ആക്കലില്ല. അപ്പോൾ ഇത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത പണിക്ക് നിൽക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് വെന്തിട്ട് അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് കാക്ക നാടൻ ഫുഡിനോടാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ
അപ്പോൾ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അതെല്ലാ പ്രവാസികളും അങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നാടൻ ഫുഡിനോടായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഇക്ക പ്രത്യേകിച്ചാണ്. പിന്നെ ഈ ചൂടുമല്ല, നമ്മൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇതാ ഞണ്ട് ഉണ്ടായിരുന്നു, കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബീഫുണ്ട്. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നാടൻ ചോറ് ഉണ്ടാക്കാമെന്നാണ് കരുതിയിട്ടാണ്. അപ്പം ഞണ്ടൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞണ്ട് വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത്. പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കാം, മുരിങ്ങക്കായ കറി ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ നമ്മൾ ഇതാ ബീഫ് റോസ്റ്റും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാതും കഴിഞ്ഞ് പണിയൊക്കെ ഒരുക്കി വീടും കാര്യങ്ങളൊക്കെ ഒരുക്കി നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സമാധാനമാണല്ലോ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിളിക്കാനൊക്കെ പോകുമ്പോൾ എല്ലാതും സെറ്റാക്കി പോകുക തന്നെയാണ് എല്ലാവരും ചെയ്യൽ. എല്ലാ പ്രവാസികളുടെ ഒരു സ്വപ്നമായിരിക്കും ഒരിക്കൽ ഞാൻ നാട്ടിൽ കൂടുന്നുള്ളത്. ഇനി പോവില്ല, അടുത്ത വരവിൽ പോവില്ല എന്നൊക്കെ പറയും. പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർ വീണ്ടും പ്രവാസത്തിലേക്ക് തന്നെ പോവുകയാണ്. അത് ആലോചിക്കുമ്പോൾ നമ്മൾ പ്രവാസികളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമാട്ടോ. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ നമ്മൾ ഒരുമിച്ച് കഴിയുന്നവർ തന്നെയാണ് കൂടുതൽ പേരും. നമ്മളൊക്കെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒരു റൊട്ടീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും മാഷാ അല്ലാഹ് നമ്മളും പോക്കുണ്ട് കേട്ടോ. ഇടയ്ക്ക് കാൻ്റെ അടുത്തേക്ക് പോയിട്ട് നിൽക്കലൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ലൈഫ് അങ്ങനെ പോകുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതാ ബീഫും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് വേഗം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി കുക്കിംഗ് കഴിഞ്ഞാലാണ് ക്ലീനിങ്ങിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കിച്ചനൊക്കെ നല്ല ക്ലിയർ ആക്കി ഇട്ടിട്ട് വേണം നമുക്ക് ഉള്ളത്തൊക്കെ പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. നമ്മൾ ഇങ്ങനെ എല്ലാ പ്രവാസി ഭാര്യമാർക്കും കുറച്ച് ഒക്കെ ഉണ്ടാവും ഒരുക്കങ്ങൾ. എന്നെ പോലെ തന്നെ ആയിരിക്കും എല്ലാവരും. നമ്മൾ ഒക്കെ ഒന്ന് മാറാലും കാര്യങ്ങളൊക്കെ തട്ടി കൂട്ടിയിട്ടൊക്കെ ഞാൻ എല്ലാ ഭാഗവും കുറച്ച് ദിവസത്തിന് നോക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വീടൊന്ന് നന്നായിട്ട് ക്ലിയർ ആക്കിയിടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുരിങ്ങക്കായ ഉണ്ടാകും ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇക്കാൻ്റെ ഇഷ്ടങ്ങൾ. മുരിങ്ങക്കായ കറി, പിന്നെ നാടൻ കുമ്പളം കറിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിച്ചങ്ങാണ്ട് ഉണക്കമുളക് ഇട്ടിട്ട് ഞാനൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ബീഫും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് നമുക്ക് ഞാൻ വാങ്ങിച്ചതല്ല, നമ്മൾ അടുത്ത വീട്ടിൽ 14 കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ടേസ്റ്റ് കുറയും. എന്തും നമ്മൾ മീനായാലും ഇറച്ചിയായാലും ഒക്കെ നമ്മൾ പെട്ടെന്ന് അത് അങ്ങനെ കയ്യോടെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഈ ഒരു ബീഫിന്. അപ്പോൾ ഞാനത് വേഗം ഇനി ഫ്രിഡ്ജിൽ വെക്കണ്ട, എന്നിട്ട് വേഗം ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. കുക്കിങ്ങൊക്കെ അങ്ങനെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറും കൂടി ഇടാണ്ട് അത് നാരങ്ങൾക്കൊന്ന് പിടിക്കട്ടെ എന്ന് എഴുതിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അടിക്കാനും തുടക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നല്ല തട്ടിക്കൊട്ടി സോഫൊക്കെ വലിച്ച് അടിയിൽ നിന്നൊക്കെ നല്ല തട്ടിക്കൊട്ടി അടിച്ച് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് തുടച്ചിട്ടും കൂടി ഉണ്ട്. ഇനി ഞാൻ 2-3 ദിവസത്തിന് ഇനി തുടക്കില്ല കേട്ടോ. എന്നിട്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചൂരി പോവുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ധൃതി പിടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നല്ല ക്ലീൻ ആക്കി ഇടലുണ്ട് ഞാൻ. അപ്പോൾ ഇനി ഞാൻ തുണിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ബാഗിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല ഫംഗ്ഷന് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് വേറെ, അതല്ല പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് വേറെ, അങ്ങനെ വേറെ ആയിട്ട് ഞാൻ വെക്കുകയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ തിരയാൻ നിൽക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാ ഒക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇക്കാൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഭാര്യമാർക്കും ഉണ്ടാവും കേട്ടോ. അങ്ങനെ വരുന്ന ദിവസം നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു ഷെൽഫ് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അവരെ നമ്മൾ ഒരു വർഷം മുന്നേ എടുത്ത് വെച്ച ഡ്രസ്സായിരിക്കും. അപ്പോൾ അതെടുത്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ഇത്തരം പരിപാടികളൊക്കെ എല്ലാ ഭാര്യമാർക്കുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ തുടക്കണതും അടിക്കണതൊക്കെ ഒന്ന് കാണിക്കാത്ത നല്ല ധൃതി പിടിച്ചിട്ടുണ്ടല്ലോ ഇന്ന് പണി. അപ്പോൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്ന എഴുതിയിട്ടാണ് അതൊന്നും എടുക്കാത്തത്. പിന്നെ അതെല്ലാ ഭാഗവും ഒന്ന് ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എല്ലാ റൂമിലത്തെയും ബെഡ്ഷീറ്റുകൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അലക്കണ പരിപാടികളൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുകയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിങ്ങനെ സാധനങ്ങൾ പരന്ന് കിടക്കുന്നതും അങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുന്നതും ഇഷ്ടമല്ല. ഇക്ക അങ്ങനെ തന്നെയാണ്, നല്ല വൃത്തിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുക ഒരു ഇന്ന സ്ഥലത്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എടുക്കാനും അത് നമ്മളെ സമയം ലാഭിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അച്ചാറിടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ കുറച്ച് വിനെഗർ സുർക്കയിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈത്തപ്പഴം. പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ
വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നാരങ്ങയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതാ കടുകും ഉലുവൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ഇതിൽ ഡീറ്റെയിൽഡായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ അച്ചാറിൽ ഞാൻ ഉണക്കമുളക് ഇടലുണ്ട്. അപ്പോൾ 2 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള അച്ചാറാട്ടോ ഇത്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ പച്ചമുളക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് ഇക്കാക്ക് കൊണ്ടുപോകാനാട്ടോ. പിന്നെ കഴിക്കാനും കൊടുക്കും. പക്ഷെ ഒന്നങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലല്ലേ ഈ നാരങ്ങച്ചാർ നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നാരങ്ങ ഈത്തപ്പഴമൊക്കെ നല്ല അലിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇരിക്കണം. അപ്പോൾ ഞാൻ പോണ സമയത്ത് ഇട്ടിട്ട് കൊടുത്തേക്കണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഈ അച്ചാർ ഇട്ട് വെക്കലുണ്ട്. എന്നിട്ട് ഞാൻ ബോട്ടിലാക്കിയിട്ട് നല്ലപോലെ എടുത്ത് വെക്കലാണ്. അപ്പോൾ പോകുമ്പോൾ കൊടുത്തിടാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഉണ്ടാക്കി വെക്കണത്. പിന്നെ നമ്മൾ കുറച്ച് കഴിക്കാൻ വേറൊരു ബോട്ടിൽ എടുക്കും. എന്നാലും ഇതിൻ്റെ പണി ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അച്ചാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടം ഈ ഒരു അച്ചാറാണ്. അപ്പോൾ ഞാൻ അച്ചാർ പൊടിയും കാശ്മീരി ചില്ലിയാണ് ഞാൻ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ഈദിൻ്റെ വീഡിയോയിലാണ് ഞാൻ ഈ അച്ചാർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മധുരം പുളിയും ഒക്കെ കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ. എനിക്ക് ചെറുനാരങ്ങ സ്വന്തമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ നല്ല പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ അച്ചാറിനോട് അത്ര വലിയ ഇഷ്ടം തോന്നില്ല കേട്ടോ. പിന്നെ ഇത് ഒരു മധുരം ചെറുതായിട്ടൊരു മധുരം കൂടി വരുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ പൊടികളൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം അങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഈത്തപ്പഴം നമ്മൾ സുർക്കയിലിട്ട് വെച്ചിട്ടുള്ള ഈത്തപ്പഴം സുർക്കയും കൂടി ഒരുമിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ കുറച്ച് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇതിലിട്ടിട്ട് നട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ സിമ്മിലിട്ടതിന് ശേഷം അങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി വേവിച്ചെടുക്കണം. കുറച്ച് നേരം അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സുർക്ക കൂടി ഒഴിച്ചിട്ട് ആവശ്യമുള്ള സുർക്ക കുറച്ച് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ടുള്ള സുർക്കയും കൂടി ഒഴിച്ചിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 10 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഞാൻ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. അടച്ച് വെക്കലില്ല, അല്ലാതെ തന്നെ ഇങ്ങനെ വേവിച്ചെടുക്കലാണ്. അങ്ങനെ നന്നായിട്ട് നമ്മളൊന്ന് തിളച്ച് നല്ലൊരു സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാർ കേട് വരില്ല കേട്ടോ. എത്ര കാലം വേണമെങ്കിലും ഇരുന്നാലും അച്ചാർ കേട് വരില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിലാണല്ലോ അച്ചാർ സൂക്ഷിക്കല്. അപ്പോൾ ഞാൻ പുറത്ത് തന്നെ വെക്കൽ. പുറത്ത് വെച്ചാലും ഈ നാരങ്ങച്ചാറൊന്നും ഒരു കേടും കൂടെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അത്ര അതിനനുസരിച്ചിട്ട് തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. കുറേ കാലം വെക്കാനുള്ളതൊന്നും ഉണ്ടാക്കില്ല. നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കൽ തന്നെയാണ്. എന്തായാലും പുറത്ത് വെച്ചാൽ കേടുവരലില്ല. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ കുറച്ച് മാങ്ങ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സുർക്കയും പിന്നെ അച്ചാർ പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും മാങ്ങനെ കേട്ടോ, നമ്മൾ വേറെ രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഇനി കുട്ടികൾ ഇതാ കുറച്ച് കശുവണ്ടി ചുട്ടിട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അത് കുറച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ചുട്ടെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപ്പാക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എടുത്ത് വെക്കുകയാണ്. അവർക്ക് ഭയങ്കര ഇതാണ്, എക്സൈറ്റ്മെൻറ്റാണ് എന്ന് അറിയുമ്പോൾ. ചില കുട്ടികൾക്ക് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഉപ്പാരായിട്ട് പ്രവാസികളോട്. ചിലർ കുറച്ച് അകൽച്ചുള്ളവരുണ്ടാവും. എന്തായാലും എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇതാണ് കളിക്കാൻ. അവർക്ക് ഇപ്പോൾ വരുന്നുണ്ട് തന്നെ ചെറിയ മോനൊക്കെ കളിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ്, ആളായല്ലോ എന്നാണ് പറയട്ടോ. അത്ര രസമാണ് അവനക്ക്. എന്തായാലും അതൊക്കെ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കത്തെ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇതൊന്ന് കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് വെക്കലുണ്ട്, കത്തിച്ച് വെക്കലുണ്ട്. നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിലും അല്ലെങ്കിലും വെറുതെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിനുള്ളിൽ ഞാൻ കത്തിച്ച് വെക്കലുണ്ട്. നല്ലൊരു സ്മെല്ലാണിത്. നല്ലൊരു പോസിറ്റീവാണ്. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നല്ല സ്മെല്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാനിങ്ങനെ എല്ലാ ഭാഗത്തും കൊണ്ടുപോയി വെക്കൂട്ടോ. അപ്പോൾ അത് നമ്മൾ ഫ്ലഗിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് സ്വിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും നല്ല സ്മെല്ലുണ്ടാവും. കിച്ചണിലൊക്കെ കൊണ്ടുവെക്കലുണ്ട്. എനിക്കിങ്ങനെ ബാഡ് സ്മെല്ലൊന്നും വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവണ ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുട്ടികളൊക്കെ വണ്ടിയിൽ കയറുന്നുണ്ട്. ഞാൻ ഇട്ടിട്ടുള്ളത് വൈറ്റ് ഡ്രസ്സാണ്, വൈറ്റ് ചുരിദാറാണ്. അപ്പോൾ നല്ല
സമാധാനത്തിൻ്റെ ഒരു പ്രതീകമാണല്ലോ വൈറ്റ് എന്നുള്ളത്. അപ്പോൾ ലൈഫിൽ നമുക്ക് സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ, സന്തോഷമൊക്കെ കിട്ടട്ടെ. അപ്പോൾ എനിക്ക് വൈറ്റ് ഡ്രസ്സ് ചൂടിന് നല്ലതാണല്ലോ, അപ്പോൾ ഞാൻ അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിനി പോവുകയാണ്. നമ്മൾ പോണ വഴിയിൽ ഞാനും കുട്ടികളും തന്നെയാണ് ഉള്ളത്, പിന്നെ ആങ്ങളെയും മോനുണ്ട്. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ പാട്ടൊക്കെ ഇട്ട് കുട്ടികൾക്ക് നല്ല രസമായിട്ടോ പോകാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പോകുമ്പോൾ നല്ല രസമായിരിക്കും, അവർക്ക് അത് ടയേർഡൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വരുന്നുണ്ട് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ അവരങ്ങനെ ഇരിക്കും. നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഏകദേശം കറക്റ്റ് സമയത്താണ് ഫ്ലൈറ്റ് ഇറങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ നോക്കല് മറ്റുള്ളവർ വരുന്നത് നോക്കൂട്ടാ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം തോന്നുട്ടാ. നമ്മളെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് എത്തി, നമ്മളെ നാട്ടിലെത്തി എന്നുള്ളൊരു സന്തോഷം ഓരോ പ്രവാസിയുടെ മുഖത്തും ഉണ്ടാവും. അപ്പോൾ അവർ വരുന്ന എല്ലാവരും ഞാനിങ്ങനെ നോക്കി നിൽക്കലുണ്ട്. അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇക്കയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാഷാ അല്ലാഹ് ഇക്ക എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് നിൽക്കട്ടെ, വണ്ടി പാർക്കിങ്ങിൽ നിന്ന് എടുക്കാൻ പോയിട്ടുണ്ട് ബ്രദർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ പ്രവാസി ഭാര്യമാരുടെ ഒരു പ്രത്യേക ഫീലിങ്സ് ഉണ്ട് ഇതൊക്കെ. അത് നമ്മളെ പ്രവാസി ഭാര്യമാർക്ക് മാത്രമുള്ളതാണ്. ആ ഫീലിങ്സ് അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ നമുക്ക് കുറഞ്ഞ ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ, നമുക്ക് എണ്ണിച്ചുട്ട അപ്പന്മാരുള്ള ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ. എന്നാലും അത് മാക്സിമം നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ട് നമ്മൾ പരസ്പര സ്നേഹത്തോടെ എല്ലാവരും കഴിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, നമ്മൾ വന്ന വിശേഷങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്താണ്. ഇക്കാക്കുള്ള ഫുഡ് നാടൻ ഫുഡാണ് ഇഷ്ടം, അപ്പോൾ അതൊക്കെ വീട്ടിൽ വന്നിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഇനി അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾക്ക് വന്നിട്ടുള്ള വിശേഷങ്ങളും ബാക്കി നമ്മുടെ നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോയിലായിട്ട് ഇടുന്നതാവും. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.